ലോകം ഏറ്റവും കൂടുതൽ പേടിക്കുന്ന ഒന്നാണ് മാരക രോഗങ്ങളെ. യുദ്ധങ്ങൾ വന്നാൽ അതിനെ ചെറുത്തു നിൽക്കാൻ നമുക്ക് സാധിക്കും. എന്നാൽ മാരക രോഗങ്ങളെ ചെറുക്കണമെങ്കിൽ വാക്സിനുകൾ ഉത്ഭവിക്കണം. കൊറോണ കാലം ഒരിക്കലും ആരും മറക്കില്ല. ലോകം സ്തംഭിച്ചതും വീടിനുള്ളിൽ ഭയന്ന് ഒളിച്ചിരുന്ന ഒരു കാലമായിരുന്നു അത്. ഒരു മരുന്നിനും ചെറുത്തു നിൽക്കാൻ സാധിക്കാത്ത ഒരു മഹാമാരി. എന്നാൽ കോവിഡ് വാക്സിൻ കണ്ടുപിടിച്ചതോടെ ലോകം പതിയെ ഇരുട്ടിൽ നിന്നും വെളിച്ചത്തിലേക്ക് ഇറങ്ങി. ലോകം എന്നും ഭയക്കുന്നത് മാരക രോഗങ്ങളെയാണ്. അങ്ങനെ ലോകം എന്നും ഭയന്ന ഒരു അതിഭയാനകമായ രോഗം തന്നെയാണ് ക്യാൻസർ എന്നത്. ഒരിക്കൽ ആ രോഗം ശരീരത്തിൽ വിത്ത് വിതച്ചാൽ പിന്നീട് അതിൽ നിന്നും രക്ഷപ്പെടാൻ വളരെ ചെറിയ ശതമാനം സാധ്യതകൾ മാത്രമേ ഉള്ളൂ. ഇനി രക്ഷപ്പെട്ടാൽ തന്നെ വീണ്ടും ശരീരത്തിലെ മറ്റൊരിടത്ത് വിത്ത് മുളയ്ക്കും. ശരീരത്തെ ഓരോ പേശികളെയും കീറി മുറിക്കുന്ന അതികഠിനമായ വേദനയോടുകൂടിയ ആ മാരക രോഗത്തെ ലോകം എന്നും പേടിയോടെയാണ് സമീപിച്ചിട്ടുള്ളത്. എന്നാൽ കഴിഞ്ഞ ദിവസം റഷ്യ ലോകത്തിന് വലിയൊരു പ്രതീക്ഷ നൽകുന്ന ഒരു പ്രഖ്യാപനം നടത്തി. ലോകം കേൾക്കാൻ കാത്തിരുന്ന ഒരു പ്രഖ്യാപനമായിരുന്നു അത്. ക്യാൻസർ വരാതിരിക്കാനുള്ള വാക്സിൻ റഷ്യ കണ്ടെത്തി എന്നുള്ള വളരെ സന്തോഷം കൊള്ളിക്കുന്ന ഒരു പ്രഖ്യാപനം. അടുത്ത വർഷം മുതൽ റഷ്യയിൽ സൗജന്യ വിതരണം ഉണ്ടാവുകയും ചെയ്യും. എന്നാൽ ഇതിൽ ഒരുപാട് ആശയക്കുഴപ്പങ്ങൾ നിലനിൽക്കുന്നുണ്ട്. ക്യാൻസർ എന്ന രോഗത്തെ ചെറുക്കാൻ അമേരിക്ക പോലുള്ള വൻകിട രാജ്യങ്ങളെല്ലാം പല രീതിയിൽ മരുന്നുകൾ കണ്ടെത്തുന്നുണ്ട്. എന്നാൽ അതെല്ലാം വിഫലമായിട്ട് മാറുകയും ചെയ്യുന്നുണ്ട്. റഷ്യ കണ്ടെത്തിയ ക്യാൻസർ വാക്സിൻ, അതിനെ ചുറ്റിപ്പറ്റി നിൽക്കുന്ന ആശയക്കുഴപ്പങ്ങളെ കുറിച്ചാണ് ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്നത്. വിശദമാക്കാം. ഏവർക്കും ടോക്ക് സ്പേസിലേക്ക് സ്വാഗതം. ക്യാൻസറിനെ ചെറുക്കാനുള്ള ധാരാളം പഠനങ്ങൾ പല രാജ്യങ്ങളായിട്ട് നടക്കുകയാണ്. കൂടുതൽ പഠനങ്ങൾ നടക്കുന്നതും ഈ മസ്തിഷ്കവുമായിട്ട് ബന്ധപ്പെട്ടുള്ള ക്യാൻസർ, അതുപോലെ തന്നെ ലങ്സുമായിട്ട് ബന്ധപ്പെട്ടുള്ള ക്യാൻസർ, വൻകുടലിലെ ക്യാൻസർ, ബ്രസ്റ്റുമായിട്ട് ബന്ധപ്പെട്ടുള്ള ക്യാൻസർ, ഇതിനെല്ലാം കുറിച്ചുള്ള പഠനങ്ങൾ വലിയ രീതിയിൽ നടക്കുന്നുണ്ട്. ഒരു രാജ്യവും ക്യാൻസർ വരാതിരിക്കാനുള്ള മരുന്നുകൾ ഇതുവരെ കണ്ടുപിടിച്ചിട്ടില്ല. പക്ഷെ ഇപ്പോ റഷ്യ കണ്ടുപിടിച്ചതല്ലാതെ എന്നാൽ ക്യാൻസർ കോശങ്ങളെ ഇല്ലാതാക്കാനുള്ള മരുന്നുകൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. അത് വിപണിയിൽ ലഭ്യവുമാണ്. അതൊരു അമേരിക്കൻ നിർമ്മിതിയാണ്. നമുക്കറിയാം, ക്യാൻസർ എന്ന് പറയുന്നത് ഒരൊറ്റ രോഗമല്ല, ശരീരത്തിലെ പല ഭാഗങ്ങളിലായി വരുന്ന വ്യത്യസ്ത സ്വഭാവമുള്ള ഒരു ഗ്രൂപ്പാണ്. ഇപ്പൊ അമേരിക്കൻ കമ്പനി പുറത്തിറക്കിയിരിക്കുന്ന ക്യാൻസർ മരുന്ന് ഈ പ്രോസ്റ്റേറ്റ് ക്യാൻസറിനുള്ളതാണ്. കൂടുതൽ ഉപയോഗിക്കുന്നതും അതിനു വേണ്ടിയിട്ടാണ്. അതായത് ഓരോ ക്യാൻസറിനും അതിൻ്റെതായിട്ടുള്ള വാക്സിനുകൾ അതുപോലെ തന്നെ മരുന്നുകളും വേണം ഭേദമാകാൻ. ഇവിടെ റഷ്യ കൊണ്ടുവന്നിരിക്കുന്ന വാക്സിൻ ക്യാൻസർ കോശങ്ങളെ ശരീരത്തിൽ ഉണ്ടാവാതിരിക്കാനുള്ള വാക്സിനാണ്. അത് ഇന്ന ക്യാൻസർ കോശം എന്നൊന്നുമില്ല, എല്ലാത്തിനെയും ചെറുക്കാൻ വേണ്ടിയുള്ളതാണെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. റഷ്യ ഇറക്കുമതി ചെയ്യുന്ന വാക്സിൻ വലിയ രീതിയിൽ ആശങ്കയിലാക്കുകയാണ് മറ്റു രാജ്യങ്ങൾക്ക്. ഒന്നാമത്തെ ഒരു കാര്യം, കോവിഡ് സമയത്ത് റഷ്യ ഇറക്കിയ വാക്സിൻ ആയിരുന്നു സ്പുട്നിക് വാക്സിൻ. നമ്മളെല്ലാം കേട്ടിട്ടുള്ളതാണ്. ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങൾ വളരെ ഹാർദമായി സ്വീകരിച്ചൊരു വാക്സിൻ ആയിരുന്നു അത്. എന്നാൽ അന്ന് ആ വാക്സിനെതിരെ മറ്റു ലോകരാഷ്ട്രങ്ങൾ, അതായത് പ്രധാനമായിട്ട് യൂറോപ്യൻ രാജ്യങ്ങൾ ആശങ്ക പ്രകടിപ്പിച്ചിരുന്നു. അതിനുള്ളൊരു കാരണം അതിന്റെ ക്ലിനിക്കൽ ട്രയലുകളെ സംബന്ധിച്ചായിരുന്നു. കാരണം WHO പല വിവരങ്ങളും അന്ന് റഷ്യ കൈമാറാൻ ഉണ്ടായിരുന്നു. അതൊന്നും റഷ്യ കൈമാറിയിട്ടില്ല. അതിന്റെ ക്വാളിറ്റി, അതുപോലെ തന്നെ പാർശ്വഫലങ്ങൾ, സൈഡ് എഫക്റ്റുകൾ, അങ്ങനെ പലതും റഷ്യ നൽകിയിട്ടില്ല. എന്നാൽ സ്പുട്നിക് വാക്സിൻ പല വെല്ലുവിളികൾ നേരിട്ടിട്ടും റഷ്യ അത് പുറത്തിറക്കി. അത് ലോകം ഉപയോഗിക്കുകയും ചെയ്തു. ഇപ്പോ ക്യാൻസർ വാക്സിൻ പുറത്തിറക്കുമ്പോഴും അന്നത്തെ പോലെ സമാനമായ പല ആശങ്കകളും യൂറോപ്യൻ രാജ്യങ്ങൾ ആരോപിക്കുന്നുണ്ട്. അതിനുള്ള ഒരു പ്രധാന കാരണം അമേരിക്കയും ജർമ്മനി പോലുള്ള രാജ്യങ്ങളാണ് ഈ വാക്സിനുകൾ കൂടുതലായിട്ടും പുറത്തിറക്കാൻ ശ്രമിക്കുന്നത്. എന്നാൽ ഈ വൻകിട രാജ്യങ്ങൾ പുറത്തിറക്കുമ്പോൾ അതിന് വലിയ വില നൽകേണ്ടി വരും നമ്മൾ ജനങ്ങൾ. ഒരു സാധാരണക്കാരനെ താങ്ങാവുന്നതിനപ്പുറമായിരിക്കും അത്. കാരണം അവരത് വലിയ രീതിയിൽ ഇൻവെസ്റ്റ് ചെയ്ത് പുറത്തിറക്കുന്ന മരുന്നാണ്. സ്വാഭാവികമായിട്ടും ലാഭം നോക്കിയാകും വാക്സിൻ ഇറക്കുന്നത്. എന്നാൽ റഷ്യ ഈ വാക്സിൻ ഇറക്കുന്നതിലൂടെ ആദ്യം നടത്തിയ പ്രഖ്യാപനം എന്താണെന്ന് പറഞ്ഞാൽ റഷ്യൻ പൗരന്മാർക്ക് അത് സൗജന്യമായിട്ട് നൽകുമെന്നതാണ്. അവിടെയാണ് വലിയ രീതിയിൽ ആശയക്കുഴപ്പം ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോ അത്രത്തോളം വാക്സിൻ റഷ്യ ഉൽപ്പാദിപ്പിക്കുന്നുണ്ടോ, അല്ലെങ്കിൽ റഷ്യക്ക് ഉൽപ്പാദിപ്പിക്കാൻ സാധിക്കുമോ, അല്ലെങ്കിൽ അത്രത്തോളം പണം മുടക്കാൻ റഷ്യക്ക് സാധിക്കുമോ എന്നുള്ള കുറെ ചോദ്യങ്ങൾ അവിടെ നിലനിൽക്കുന്നുണ്ട്. എന്നാൽ റഷ്യ പുറത്തിറക്കാൻ പോകുന്ന വാക്സിൻ
ഗുണമേന്മയുള്ളതാണെങ്കിൽ അതിന് നേട്ടം കൈവരിക്കാൻ പോകുന്നത് ഏറ്റവും കൂടുതലായിട്ടുള്ള ഇന്ത്യ ഉൾപ്പെട്ട ബ്രിക്സ് രാജ്യങ്ങൾക്ക് കൂടിയാണ്. ഇതൊരു അസംഷൻ ആണ്. ഒരുപക്ഷെ കുറഞ്ഞ പക്ഷം ബ്രിക്സ് രാജ്യങ്ങൾക്കോ എങ്കിലും അഫോർഡബിൾ ആകുന്ന തരത്തിൽ മരുന്നുകൾ റഷ്യ വിൽക്കാൻ സാധ്യതയുണ്ട്. അതാണ് ഉദ്ദേശിച്ചത്. ഇത് മറ്റ് വൻകിട രാജ്യങ്ങളെ അല്ലെങ്കിൽ വാക്സിനുകൾ നിർമ്മിച്ചു കൊണ്ടിരിക്കുന്ന രാജ്യങ്ങൾക്ക് വെല്ലുവിളിയാകും. അതുപോലെ തന്നെ ഉയർന്നു വരുന്ന മറ്റൊന്നാണ് ഈ വാക്സിനെ കുറിച്ച് കൂടുതൽ വിശദാംശങ്ങൾ റഷ്യ പുറത്തുവിടുന്നില്ല എന്നുള്ളത്. അതിന്റെ നിർമ്മിതി അല്ലെങ്കിൽ ക്വാളിറ്റി ഓഫ് വാക്സിൻ പക്ഷെ അങ്ങനെയൊന്നും അവർ പുറത്തുവിടുന്നില്ല. പക്ഷെ ഒന്ന് ഓർക്കണം, പുടിനാണ് വാക്സിൻ ഇറക്കുന്നത്. വാക്സിൻ വേണ്ടവർ വാങ്ങിയാൽ മതി എന്നൊരു ചിന്താഗതി ഉള്ള ഒരു വ്യക്തിയാണ് ഈ പുടിൻ. അതായത് കൂടുതൽ ട്രാൻസ്പെറൻസി പുടിനിൽ നിന്നും പ്രതീക്ഷിക്കേണ്ട ആരും. എന്തായാലും ഒരുപാട് ക്യാൻസർ രോഗികൾ ഉള്ള ഒരു രാജ്യമാണ് ഈ റഷ്യ എന്ന് പറയുന്നത്. അവിടെ റഷ്യ സൗജന്യമായിട്ട് വാക്സിൻ നൽകി കാണിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പൊ സ്വന്തം രാജ്യത്തിന് ദോഷം വരുന്ന കാര്യങ്ങൾ പുടിൻ ചെയ്യുകയുമില്ല. അപ്പോ മറ്റു രാജ്യങ്ങളും വേണമെങ്കിൽ വാങ്ങിച്ചാൽ മതി എന്നുള്ള ഒരു മൈൻഡ് ആകും പുടിനുള്ളത്. പക്ഷെ ഇവിടെ പ്രശ്നം എന്താണെന്ന് പറഞ്ഞാൽ ക്യാൻസർ വാക്സിനെ കുറിച്ച് യാതൊന്നും പുടിൻ വ്യക്തത നൽകിയിട്ടില്ല. പലതരം ക്യാൻസർ ഉള്ള ഈ ഒരു കാലത്ത് ഏത് ക്യാൻസറിന്റെ വാക്സിൻ ആണെന്നുള്ള ഒരു വ്യക്തത കൊടുക്കണമായിരുന്നു. കൂടാതെ ഇതിന്റെ ഒരു ക്ലിനിക്കൽ ട്രയലിനെ കുറിച്ചോ സൈഡ് എഫക്റ്റിനെ കുറിച്ചോ ഒന്നും പുടിൻ വ്യക്തത വരുത്തിയിട്ടില്ല. ഇതാണ് ഏവരെയും ആശങ്കയിൽ ആഴ്ത്തുന്നത്. അതുപോലെ തന്നെ വാക്സിൻ എന്ന് പറയുന്നത് രോഗം വരാതിരിക്കാനുള്ള ഒന്നാണല്ലോ. എന്നാൽ ക്യാൻസർ വന്നതിന് ശേഷമുള്ള ഈ ക്യാൻസർ കോശങ്ങളെ നശിപ്പിക്കുന്ന മരുന്നാണെന്നും ഈ റിപ്പോർട്ടുകൾ പറയുന്നുണ്ട്. അപ്പം അത് വാക്സിൻ ആകില്ലല്ലോ, മെഡിസിൻ അല്ലേ ആവുക? ഇങ്ങനെ ഒരുപാട് സംശയങ്ങളും ചോദ്യങ്ങളുമാണ് ഇവിടെ നിലനിൽക്കുന്നത്. ഇതിനൊരു പൂർണ്ണമായ ഉത്തരം നൽകേണ്ടത് റഷ്യ മാത്രമാണ്. പക്ഷെ പുടിൻ എന്ന ഭരണാധികാരിയെ കുറിച്ച് നമുക്കറിയാം. അദ്ദേഹത്തെ സംബന്ധിച്ച് അതിനെക്കുറിച്ച് അദ്ദേഹം വ്യക്തത നൽകുമോ ഇല്ലയോ എന്നുള്ളത് മറ്റൊരു ചോദ്യം ചിഹ്നം തന്നെയാണ്. അതുപോലെ ഇതൊരു mRNA വാക്സിൻ ആണ്. അതായത് നമ്മുടെ ശരീരത്തിന്റെ ഇമ്മ്യൂണിറ്റി വർദ്ധിപ്പിച്ചുകൊണ്ട് ശരീരം തന്നെ നേരിടുന്ന ഒരു രീതിയാണത്. mRNA നൊബേൽ പ്രൈസ് വരെ ലഭിച്ചിട്ടുള്ള ഒരു കണ്ടുപിടുത്തമാണ്. റഷ്യ കോവിഡ് വാക്സിനായി ഇറക്കിയ വാക്സിൻ ഉണ്ടല്ലോ, അതെല്ലാം ഈ mRNA വാക്സിൻ ആണ്. അത് തന്നെയാണ് ഈ ക്യാൻസർ വാക്സിൻ ആയിട്ട് ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇന്റർനാഷണൽ ക്വാളിറ്റി അത് നമുക്ക് നല്ല രീതിയിൽ പ്രതീക്ഷിക്കാം. അതൊരു തട്ടിക്കൂട്ട് വാക്സിൻ ആയി തള്ളിക്കളയാൻ സാധിക്കില്ല ഒരിക്കലും. പക്ഷെ പല കാര്യങ്ങളുടെയും വ്യക്തത പുടിൻ നൽകുന്നത് വരെ ലോകത്തിന് ക്യാൻസർ എന്ന മാറാ രോഗത്തെ പേടിയോട് തന്നെ സമീപിക്കാൻ സാധിക്കുകയുള്ളൂ. ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക.